നമസ്കാരം. മലയാള സിനിമയിൽ 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായിക നടിയാണ് നവ്യ നായർ. സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ. ചിത്രത്തിൽ നടൻ ദിലീപായിരുന്നു നായകൻ. നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. പ്രേക്ഷകർക്ക് ഇന്നും അതിലെ കഥാപാത്രമായ ബാലാമണിയാണ് നവ്യ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ചെത്താറുണ്ട്. കഴിഞ്ഞ ദിവസം നിരവധി താരങ്ങളാണ് തങ്ങളുടെ ഓണാഘോഷത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെത്തിയിരുന്നത്. ഇതിൽ നടി നവ്യ നായരും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ നവ്യയുടെ ഓണം ആഘോഷം തന്റെ സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ചായിരുന്നു. മകനും സഹോദരനുമൊപ്പമുള്ള ചിത്രവും താരം പങ്കുവച്ചിരുന്നു. ഇത്തവണയും നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തതിൽ ആരാധകർ സംശയവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും ഒപ്പമാണ് സന്തോഷ് ഇത്തവണ ഓണം ആഘോഷിച്ചത്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയും ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു. നവ്യയും സന്തോഷും രണ്ട് വീട്ടിലായിരുന്നു ഓണം ആഘോഷിച്ചത്. ഓണത്തിന് മുമ്പ് വിദേശത്തായിരുന്ന നവ്യയുടെ അനുജൻ ചേച്ചിക്കൊപ്പം ഓണം കൂടാൻ നേരത്തെ തന്നെ നാട്ടിലെത്തുകയായിരുന്നു. ബംഗ്ലാവുകൾ, കടൽക്കരയിൽ ഫ്ളാറ്റുകളൊക്കെ ഉണ്ടെങ്കിലും പെരുന്നയിലെ വീടാണ് തന്റെ ഏറ്റവും വലിയ രാജാവ് എന്നാണ് സന്തോഷ് മേനോൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണാഘോഷം പെരുന്നയിൽ വീട്ടിൽ വെച്ചായിരുന്നു. അതേസമയം നവ്യയും ഭർത്താവും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലില്ലെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പറയാറുള്ളത്. പൊതുവേദികളിലും ഫോട്ടോകളിലും ഭർത്താവ് സന്തോഷിന്റെ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്തതോടെ നവ്യയും ഭർത്താവും വേർപിരിഞ്ഞുവെന്നാണ് ഭൂരിഭാഗം പേരും കരുതിയത്. നവ്യ കുടുംബചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമന്റ് ഭർത്താവ് സന്തോഷിനെ ഉപേക്ഷിച്ചോ എന്നതാണ്. അത്തരത്തിൽ പരിഹസിച്ച് നിരവധി കമന്റുകൾ വരാറുണ്ടെങ്കിലും നവ്യ എല്ലാത്തിനോടും മൗനം പാലിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം അടുത്തിടെ മകന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ച് നവ്യ ആ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടിരുന്നു. അതിനു പിന്നാലെ നവ്യയുടെ ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് സാന്നിധ്യമായും സന്തോഷ് ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ നവ്യയെക്കുറിച്ച് സന്തോഷും കുടുംബവും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നവ്യയെ തിരിച്ചു മലയാള സിനിമയിൽ എത്തിച്ചതിന് എന്ന് അവതാരക പറയുമ്പോൾ അതിന് മറുപടി നൽകുകയാണ് സന്തോഷ്. എന്തുകൊണ്ടാണ് നവ്യയെപ്പോലെ ഒരു വ്യക്തിയെ അഭിനയിക്കാൻ വിടാത്തതെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അഭിനയിക്കുമെന്നാണ് പറഞ്ഞത്. ഞാനും കഥ കേട്ടിരുന്നു. കഥ ഇഷ്ടമായപ്പോഴാണ് രണ്ടാം വരവിന് വന്നതെന്നുമാണ് സന്തോഷ് പറയുന്നത്. കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ആന്റിയുണ്ട്. ഇവളില്ലാത്തപ്പോൾ വാവിയുടെ കാര്യം പ്രത്യേകം നോക്കണമെന്ന് ആന്റിയോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് വന്നതാണെങ്കിലും ഷീസ് പെർഫെക്റ്റ് എന്നാണ് അഭിമുഖത്തിൽ സന്തോഷ് നവ്യയെക്കുറിച്ച് പറയുന്നത്. സന്തോഷിന്റെ അമ്മയും നവ്യയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മോളെ എനിക്ക് കല്യാണത്തിന് മുൻപ് തന്നെ അറിയാമായിരുന്നു. മോളുടെ ഡാൻസ് പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മോളുടെ ആലോചന വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും കാണാൻ വേണ്ടി വന്നതും. ഒഫീഷ്യലായി ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു. ആദ്യം കണ്ട അന്ന് മുതൽ ഇന്ന് വരെ മോളുടെ പെരുമാറ്റം ഒരേപോലെയാണെന്നും അമ്മ പറഞ്ഞിരുന്നു.